IBPS PO, SBI PO മെയിൻസിന് പ്രിപ്പയർ ചെയ്യുന്നവരല്ലേ നിങ്ങൾ? അങ്ങനെയാകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കണ്ടിരിക്കണം. ഇതിൽ ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ ഒരെണ്ണമുണ്ട് ഇല്ലേ? അത് ആൻസർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഐഡിയ ഉണ്ടോ? ഡിസ്ക്രിപ്റ്റീവിൽ കുറേ അധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിനനുസരിച്ച് നമ്മൾ നിങ്ങളെ പ്രിപ്പയർ ചെയ്യിക്കുന്നു. ഓക്കെ, സോ ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിങ്ങിലുള്ള ഇമെയിൽ, അതുപോലെ പ്രിസി റൈറ്റിംഗ്, എസ്സേ റൈറ്റിംഗ്, സിറ്റുവേഷൻ അനാലിസിസ്, പിന്നെ റീഡിംഗ് കോംപ്രിഹെൻഷനും ഇതൊക്കെ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നറിയണമെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ? ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് അഞ്ജലി. IBPS POയുടെ എക്സാമിൽ, ഡിസ്ക്രിപ്റ്റീവ് എക്സാമിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇത് രണ്ടെണ്ണം. രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഉണ്ടാകുക, എസ്സേ റൈറ്റിംഗ് ആൻഡ് റീഡിംഗ് കോംപ്രിഹെൻഷൻ. അതിൽ നിങ്ങൾക്ക് 25 മാർക്സ് ആയിരിക്കും അലോട്ട് ചെയ്തിട്ടുണ്ടാകുക. ടൈം കിട്ടുക 20 മുതൽ 30 മിനിറ്റ് വരെയാകും. ഇംഗ്ലീഷിൽ മാത്രമേ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ടൈപ്പാണ് ചെയ്യേണ്ടത്, നോ സ്പെൽ ചെക്സ്. അപ്പോൾ നിങ്ങൾക്ക് എന്തുമാത്രം കോഷ്യൻഡ് ആയിട്ടാണ് ഈ ആൻസർ ചെയ്യേണ്ടത് എന്ന് നല്ല ബോധ്യമുണ്ടാവുമല്ലോ അല്ലേ? സോ IBPSൻ്റെ POയിൽ എസ്സേ റൈറ്റിങ്ങും റീഡിംഗ് കോംപ്രിഹെൻഷനുമാണ് വരുന്നത്. റീഡിംഗ് കോംപ്രിഹെൻഷൻ ലാസ്റ്റ് ടൈം എക്സാമിൽ ഏകദേശം 5 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ബാക്കി മാർക്സ് കംപ്ലീറ്റ്ലി പോവുക എസ്സേ റൈറ്റിങ്ങിനായിരിക്കും. അപ്പോൾ നിങ്ങൾ എസ്സേ റൈറ്റിങ്ങിൻ്റെ ഒരു വേർഡ് ലിമിറ്റൊക്കെ തന്നിട്ടുണ്ടാകാം. ചിലപ്പോൾ ഒരു 100 മുതൽ 150 വേർഡ്സ് വരെയാണ് എഴുതേണ്ടത്. ടൈപ്പിംഗ് സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ്സേസിൽ ഗ്രാമാറ്റിക്കൽ എറേഴ്സ്, അനാവശ്യമായ റെപ്പിറ്റീഷൻസ് ഒന്നും തന്നെ ഉണ്ടാകാൻ പാടില്ല. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം നിങ്ങൾ ആൻസർ ചെയ്യാനായിട്ട്. SBI POയിൽ ഡിസ്ക്രിപ്റ്റീവ് പേപ്പറിൽ വരുന്നത് 30 മിനിറ്റ്സ് ആണ് നിങ്ങൾക്ക് കിട്ടുന്ന ടൈം. പക്ഷെ ആൻസർ ചെയ്യേണ്ടത് എത്ര ക്വസ്റ്റ്യൻസ് ആണെന്നറിയാമോ? 3 ക്വസ്റ്റ്യൻസ് ആണ് ആൻസർ ചെയ്യേണ്ടത്. 50 മാർക്കാണ് ടോട്ടലി അലോട്ട് ചെയ്തേക്കുന്നത്. ഇമെയിൽ റൈറ്റിംഗ്, സിറ്റുവേഷൻ അനാലിസിസ് റൈറ്റിംഗ് ആൻഡ് റിപ്പോർട്ട് റൈറ്റിംഗ് ഓർ പ്രിസി റൈറ്റിംഗ്. ഇതിൽ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. സോ ഇമെയിൽ 2 ഇമെയിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അതിൽ നിന്ന് ഒരെണ്ണം ചൂസ് ചെയ്യുക. അതിന് 15 മാർക്കാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. സിറ്റുവേഷൻ അനാലിസിസ് റൈറ്റിങ്ങിൽ ഒരെണ്ണം, 2 എണ്ണത്തിൽ നിന്ന് നിങ്ങൾ ചൂസ് ചെയ്യണം. അതിനും നിങ്ങൾക്ക് കിട്ടുന്നത് 15 മാർക്സ് ആണ്. മൂന്നാമത് വരുന്നത് റിപ്പോർട്ട് റൈറ്റിംഗ് അല്ലെങ്കിൽ പ്രിസി റൈറ്റിംഗ് ആണ്. റിപ്പോർട്ട് റൈറ്റിംഗ് അല്ലെങ്കിൽ പ്രിസി നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാവുന്നതാണ്. അതിൽ ഒരെണ്ണം ചൂസ് ചെയ്യുക. 20 മാർക്കാണ് നിങ്ങൾക്കതിൽ ലഭിക്കുക. സോ ഈ ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിങ്ങിന് SBI POയ്ക്ക് 50 മാർക്കും IBPSന് 25 മാർക്കുമാണ് ഉള്ളത്. ഇനി എക്സാം പാറ്റേൺ നിങ്ങൾ മനസ്സിലാക്കുക. SBI PO ആയിക്കോട്ടെ, IBPS PO ആയിക്കോട്ടെ, നിങ്ങൾ എക്സാം പാറ്റേൺ കൃത്യമായി മനസ്സിലാക്കിയില്ല എങ്കിൽ ഇതിൽ ആൻസർ ചെയ്യുക കുറച്ച് ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. ഒന്നാമത്തത് ഇവാലുവേഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് കണ്ടൻറ്റിൻ്റെ റെലവൻസ് ആണ്. എന്തുമാത്രം ഈ ടോപ്പിക്ക് റെലവൻ്റ് ആണ്, ഇത് നമ്മൾ കാൻഡിഡേറ്റ് ആൻസർ ചെയ്തേക്കുന്നതിൻ്റെ റെലവൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഈ ടോപ്പിക്ക് കാൻഡിഡേറ്റ് എത്ര കൃത്യമായ രീതിയിൽ ആൻസർ ചെയ്തിരിക്കുന്നു, അതാണ് കോണ്ടൻറ്റ് റെലവൻസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ലോജിക്കൽ ഫ്ലോ ആൻഡ് കൊഹറൻസ്. അതായത് നിങ്ങളുടെ ആൻസർ ഇവാലുവേറ്റ് ചെയ്യുന്നത് ഹ്യൂമൻസ് അല്ല. അപ്പോൾ ഡെഫിനറ്റ്ലി ഇവാലുവേഷൻ നടക്കുമ്പോൾ അവരൊരു സെറ്റ് ഓഫ് അൽഗോരിതംസും കാര്യങ്ങളും കൊടുത്തിട്ടായിരിക്കും നിങ്ങളുടെ ഇവാലുവേഷൻ നടക്കുക. ഈ ഇവാലുവേഷൻ പ്രോസസ്സിൽ ഏറ്റവും കൂടുതലായിട്ട് വരാൻ സാധ്യതയുള്ളത് ലോജിക്കൽ ഫ്ലോയും കൊഹറൻസും നിങ്ങളുടെ ആൻസറിൽ ഉണ്ടോ എന്നതായിരിക്കും അവർ ശ്രദ്ധിക്കാൻ പോകുന്നത്. മൂന്നാമത്തത് ഗ്രാമർ ആൻഡ് വൊക്കാബുലറി. അപ്പം നിങ്ങളുടെ ഗ്രാമർ നല്ല തറവാക്കി വെക്കുക. അതുപോലെ വളരെ ബേസ് ലെവൽ ഗ്രാമർ മുതൽ അഡ്വാൻസ് ലെവൽ ഗ്രാമർ വരെ നിങ്ങൾക്ക് കിട്ടുന്ന സമയാനുസൃതമായിട്ട് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. അതുപോലെ വൊക്കാബുലറി എൻഹാൻസ് ചെയ്യുക. സിമ്പിൾ ടേംസ് കഴിവതും ഒഴിവാക്കുക. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എന്താ പറയുക വൊക്കാബുലറീസ്, ബൊംബാസ്റ്റിക് ടേംസ് ഒന്നും നമ്മൾ വേണമെന്ന് പറയുന്നില്ല. പക്ഷേ ചിലതൊക്കെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന നല്ല ലിറ്റററി ആയിട്ടുള്ള, അതായത് പോയറ്റിക് ആയിട്ടുള്ള ഒരു വൊക്കാബുലറി ക്രിയേറ്റ് ചെയ്ത് എടുക്കുക. നാലാമത്തെ പ്രസൻറ്റേഷൻ ആൻഡ് ക്ലാരിറ്റി. അതായത് നിങ്ങൾക്ക് വായിക്കുമ്പോൾ നമ്മളുടെ എസ്സേ ആണെങ്കിലും അല്ലെങ്കിൽ ഇമെയിൽ റൈറ്റിംഗ് ആണെങ്കിലും ഒക്കെ വായിക്കുമ്പോൾ മുമ്പിലത്തെ സെൻറ്റൻസും തൊട്ടടുത്ത സെൻറ്റൻസുമായിട്ട് ഒരു കണക്ടിവിറ്റി വേണം, ഒരു ഇമ്പം വേണം, അല്ലെങ്കിൽ ഒരു ഈണം വേണം എന്നൊക്കെ നമ്മൾ പറയില്ലേ. അതായത് ഈണത്തിൽ വായിക്കണം എന്നല്ല, പക്ഷെ എന്നാലും ഒരു ഫ്ലോ ഉണ്ടാകേണ്ടത് നിർബന്ധമാണ്. റീഡബിലിറ്റി ആൻഡ് ഓവറോൾ ക്ലാരിറ്റി ഓഫ് ദ റൈറ്റിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് പല തോട്ടുകൾ ഒരുപാട് ക്ലട്ടർ ചെയ്ത് എഴുതുന്നതല്ല എസ്സേ റൈറ്റിംഗ്. ഒരേ കാര്യത്തെക്കുറിച്ച് ബ്യൂട്ടിഫുള്ളായിട്ട് നിങ്ങളുടെ പല പേഴ്സ്പെക്റ്റീവ്സ് പ്രസൻറ്റ് ചെയ്യുന്നതാണ്
എസ്സേ റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഫോർമാറ്റ്, കാൻഡിഡേറ്റ്സ് നീഡ് ടു ടൈപ്പ് ദെയർ ആൻസേഴ്സ് ഓൺ ദ കമ്പ്യൂട്ടർ. എസ്സേ റൈറ്റിങ്ങിന്, ഇമെയിൽ റൈറ്റിങ്ങിന്, പ്രിസി റൈറ്റിങ്ങിന് എല്ലാറ്റിനും ഫോർമാറ്റ്സ് ഉണ്ട്. റിപ്പോർട്ട് റൈറ്റിങ്ങിനും ഒക്കെ ഫോർമാറ്റ്സ് ഉണ്ട്. ആ ഫോർമാറ്റ്സ് കൂടെ കീപ്പ് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് ആൻസർ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എസ്സേയുടെ സ്ട്രക്ചറാണ്. ഓക്കെ, ബാക്കി വീഡിയോസ് പുറകെ വരും. ബാക്കി ഓരോന്നും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷെ ഇന്ന് ചെയ്യാൻ പോകുന്നത് എസ്സേയുടെ സ്ട്രക്ചറാണ്. എങ്ങനെയായിരിക്കും നമ്മളുടെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഫോമിലാണ് നമ്മളിവിടെ പറയുന്നത്. ഒരു ഇൻട്രൊഡക്ഷൻ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇൻട്രൊഡക്ഷൻ, ബോഡി ആൻഡ് കൺക്ലൂഷൻ വേണം. പക്ഷേ ഇൻട്രൊഡക്ഷനകത്ത് എത്ര സെൻറ്റൻസ്, മിനിമം 2 to 3 സെൻറ്റൻസസ് നിർബന്ധമായിട്ടും ഇൻട്രൊഡക്ഷനകത്ത് ഉണ്ടാകണം. നമുക്ക് തന്നിരിക്കുന്ന ടോപ്പിക്കിൻ്റെ ഒരു ഡെഫിനിഷൻ, അതുപോലെ ഒരു കോണ്ടെക്സ്റ്റ് അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടാകണം. ദാറ്റ് ഈസ് ദ ഇൻട്രൊഡക്ഷൻ. ബോഡി എത്ര പാരഗ്രാഫ്സ് വേണം? 3 പാരഗ്രാഫ്സ് മിനിമം വേണം. ഫസ്റ്റ് പാരഗ്രാഫിൽ എന്താണ് ടോപ്പിക്കിനെ കുറിച്ച് ജനറലായിട്ട് പറഞ്ഞേക്കുന്നത് എന്നത് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക. രണ്ടാമത്തെ പാരഗ്രാഫിൽ അതിൻ്റെ കോസസ് അല്ലെങ്കിൽ റീസൺസ് എക്സ്പ്ലെയിൻ ചെയ്ത് പോവുക. പാരഗ്രാഫ് 3യിൽ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്? എക്സാമ്പിൾസ് അല്ലെങ്കിൽ ഡേറ്റ ആൻഡ് ഫാക്ട്സ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക. അതുമാത്രമല്ല മെൻഷൻ ചാലഞ്ചസ് ഓർ ഫ്യൂച്ചർ സ്കോപ്സ്. ചാലഞ്ചസ് എന്തുമാത്രമുണ്ട്, അതുപോലെ ഫ്യൂച്ചർ സ്കോപ്പ് എന്തെല്ലാമാണ് അതുകൂടെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് ആവശ്യമാണ്. So paragraph 1, topic in general. Second one, state causes and reason or importance. And paragraph 3യിൽ നിങ്ങൾ പറയേണ്ടത് data, facts, mention challenges and future scope. കൺക്ലൂഷനിൽ പുതിയ കാര്യങ്ങളൊന്നും ആഡ് ചെയ്യരുത്. നിർബന്ധമായിട്ട് ഓർത്തിരിക്കുക, കൺക്ലൂഷനിൽ പുതിയ ഇൻഫർമേഷൻ ഒന്നും ആഡ് ചെയ്യരുത്. മറിച്ച് നിങ്ങൾ ചെയ്യേണ്ടത് എന്താ, നിങ്ങളുടെ ഒപ്പീനിയൻസും സജഷൻസും വെച്ച് അത് സമ്മപ്പ് ചെയ്യുക എന്നതാണ് കൺക്ലൂഷനിൽ നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഏകദേശം എസ്സേയുടെ സ്ട്രക്ചർ പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എങ്ങനെ എസ്സേ എഴുതാമെന്ന് അറിയണ്ടേ? ഐ വിൽ ഹെൽപ്പ് യു ഇൻ ദാറ്റ്. ഹൗ ടു റൈറ്റ് എൻ എസ്സേ, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എസ്സേ എങ്ങനെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും? യെസ്, തിങ്ക് ഓഫ് 5 to 6 questions related to the topic. നിങ്ങളുടെ മുന്നിൽ ഒരു ടോപ്പിക് ഉണ്ട്, ആ ടോപ്പിക്കിനെ കുറിച്ച് 5 or 6 ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുക. ആദ്യത്തെ കാര്യം. ഓക്കെ, സമയമുണ്ട്. 5 or 6 ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ ഫ്രെയിം ചെയ്യുക. ടോപ്പിക് ബാങ്കിങ് റിലേറ്റഡ് ആണോ, ഫിനാൻസ് റിലേറ്റഡ് ആണോ, അല്ലെങ്കിൽ ട്രേഡ് റിലേറ്റഡ് ആണോ, വേറെ എന്തെങ്കിലും ജനറൽ ടോപ്പിക് ആണോ, എന്താണെങ്കിലും ഒരു 5 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 6 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അതിൽ നിന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ലേ? ആ 6 ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുക. അതിനുശേഷം എല്ലാ ക്വസ്റ്റ്യനും മിനിമം 3 to 4 സെൻറ്റൻസസിൽ ആൻസർ ചെയ്യുക. സിമ്പിളാണ്. 5 ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുക, അതിന് 3 to 4 സെൻറ്റൻസസിൽ ആൻസർ ചെയ്യുക. അറേഞ്ച് ദ പാരഗ്രാഫ്, അതായത് 3-4 പാരഗ്രാഫായിട്ട് നിങ്ങൾ ആൻസർ ചെയ്യുക. അതായത് 3-4 എന്നല്ല, ഇൻട്രൊഡക്ടറി പാരഗ്രാഫ്, ദെൻ 3 പാരഗ്രാഫ്സ്, കൺക്ലൂഡിങ് പാരഗ്രാഫ്, മൊത്തം 5 പാരഗ്രാഫ്സ്. അങ്ങനെ ആലോചിച്ചാൽ മതി. ഇൻട്രൊഡക്ഷൻ എങ്ങനെയാണ് വരിക? ഇൻട്രോ, അത് കഴിഞ്ഞ് ബോഡി, ദെൻ കൺക്ലൂഷൻ. ഇൻട്രോ 1 പാരഗ്രാഫ്, ഇത് 3, ഇത് 1. സോ ഇങ്ങനെ വേണം നിങ്ങളുടെ പാരഗ്രാഫ്സ് എണ്ണി തിട്ടപ്പെടുത്തി എടുക്കാൻ. ഓക്കെ, അപ്പോൾ എത്ര ക്വസ്റ്റ്യൻസ്? 5 to 6 ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുക. അതിന് 3 to 4 സെൻറ്റൻസസിൽ ആൻസർ പ്രിപ്പയർ ചെയ്യുക. അതിനെ ഇൻട്രൊഡക്ഷൻ, ബോഡി ആൻഡ് കൺക്ലൂഷനായിട്ട് സെപ്പറേറ്റ് ചെയ്ത് എഴുതുക. ഇനി പെർഫോം എറർ ഡിറ്റക്ഷൻ. ഏറ്റവും അവസാനം ചെയ്യേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, എല്ലാവരും സ്കിപ്പ് ചെയ്ത് പോകുന്ന കാര്യമാണ്. ഒരു 2 മിനിറ്റ് നിങ്ങൾ മിച്ചം വെക്കണം നിങ്ങളുടെ എറേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡിറ്റക്ട് ചെയ്തെടുക്കാൻ. സിസ്റ്റം എറർ ഡിറ്റക്ട് ചെയ്യില്ല. നിങ്ങൾ പറയുന്ന പോലെ കമ്പ്യൂട്ടർ ഒരിക്കലും സ്പെൽ ചെക്കോ ഗ്രാമാറ്റിക്കൽ എറേഴ്സോ ഒന്നും ഡിറ്റക്ട് ചെയ്ത് കാണിക്കില്ല. നിങ്ങൾ എന്ത് ടൈപ്പ് ചെയ്യുന്നോ അത് അവിടെ വരും. അപ്പോൾ സ്പെൽ ചെക്ക് ചെയ്യണം, ഗ്രാമാറ്റിക്കൽ എറേഴ്സ് ഉണ്ടെങ്കിൽ അത് തിരുത്തണം, ലോജിക്കൽ ഫ്ലോ ഇല്ല എങ്കിൽ അത് തിരുത്തുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക. അതിലൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് വരും. അതിനു മുമ്പ് നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. യെസ്, ഒരു ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. റോൾ ഓഫ് ബാങ്ക്സ് ഇൻ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്. സാമ്പത്തിക ഡെവലപ്മെൻറ്റ് അല്ലേ, സാമ്പത്തിക വ്യവസ്ഥയുടെ ഉന്നമനത്തിന് വേണ്ടി ബാങ്കുകൾ വഹിക്കുന്ന എന്തെല്ലാമാണ്? പെട്ടെന്ന് ആലോചിച്ചപ്പം എനിക്ക് കിട്ടിയ ഒരു 5 ക്വസ്റ്റ്യൻ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ 5 ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്ത് നോക്കുക. ഇതിന് ശേഷം ഓരോ ടോപ്പിക്, ഇത് ഞാൻ കുറച്ച് ടോപ്പിക്സ് ഈ വീഡിയോയുടെ അവസാനത്തേക്ക് കുറച്ചധികം ജനറലായിട്ട് വരുന്ന ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ ടോപ്പിക്സ് നിങ്ങൾ ഡെഫിനറ്റ്ലി അതിലേക്ക് എത്തണമെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ബാങ്കിങ്ങിൻ്റെ യൂട്യൂബ് ചാനൽ ഇപ്പം തന്നെ എൻട്രിയുടെ ബാങ്കിങ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് ലൈവ് വീഡിയോസും ഒരുപാട് സെഷൻസും ഇതിനകത്ത് വരുന്നുണ്ട്. അത് മറക്കാതെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഓക്കെ,
സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് ദ റോൾ ഓഫ് ബാങ്ക്സ് ഇൻ ദ ഇക്കണോമി? നമ്മൾക്ക് ഏറ്റവും ആദ്യം വരുന്ന ചോദ്യം എന്താ ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ അല്ലേ? റോൾ ഓഫ് ബാങ്ക്സ് ഇൻ ദ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്. എന്താണ് ബാങ്കിനുള്ള പങ്ക്? നമ്മുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് ബാങ്കിനുള്ള പങ്ക് എന്താണ്? ഒന്നാമത്തെ ചോദ്യം. നമ്മൾ ആൻസർ തരാം കേട്ടോ. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് തീർച്ചയായിട്ടും ശ്രമിച്ചു നോക്കുക. രണ്ടാമത്തെ, ഹൗ ഡു ബാങ്ക്സ് ഹെൽപ്പ് ഇൻ പ്രൊമോട്ടിംഗ് ഓൺടർപ്രണർഷിപ്പ്? ഓൺടർപ്രണർഷിപ്പ് അതായത് ഒരു ആൾ എന്താ പറയുക, അയാളുടെ പുതിയ സംരംഭങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ അല്ലേ, അതിന് എന്തുമാത്രം ബാങ്ക് നമ്മളെ സഹായിക്കുന്നു? ഇതാണ് രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഫോർ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്? ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ, എല്ലാവരെയും ഉൾപ്പെടുത്തേണ്ട സാഹചര്യം എന്താണ്, എന്തുകൊണ്ടാണ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റിന് അത് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്നത്? മൂന്നാമത്തെ ചോദ്യം. നാലാമത്തെ എന്താണ്, ഹൗ ഡു ബാങ്കിങ് സർവീസ് ഹെൽപ്പ് ദി ഇക്കണോമി? ബാങ്കിങ് സർവീസ് എങ്ങനെയാണ് ഇക്കണോമിയെ ഹെൽപ്പ് ചെയ്യുന്നത്? എങ്ങനെയാണ് സാമ്പത്തിക വ്യവസ്ഥിതിയെ ഹെൽപ്പ് ചെയ്യുന്നത്? എങ്ങനെയാണ് ബാങ്കിങ് സർവീസ്? ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ചാലഞ്ചസ് ഫേസ്ഡ് ബൈ ബാങ്ക്സ് ഇൻ പ്രൊമോട്ടിംഗ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്? സാമ്പത്തികമായിട്ടുള്ള ഡെവലപ്മെൻറ്റിന് ബാങ്കുകൾ വഹിക്കുന്ന പങ്ക് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി അവർ അനുഭവിക്കുന്ന ചാലഞ്ചസ് എന്തെല്ലാമാണ് അതുകൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടിയിരിക്കുന്നു. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആദ്യത്തെ ചോദ്യം എന്താണ്, വാട്ട് ഈസ് ദ റോൾ ഓഫ് ബാങ്ക് ഇൻ ദി ഇക്കണോമി? ഇത് നമുക്ക് ഇൻട്രൊഡക്ഷൻ ആയിട്ട് കൊടുത്തൂടെ ഈ സെന്റൻസ്? യെസ്, കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് ഇതാണ്, ബാങ്ക്സ് പ്ലേ എ വൈറ്റൽ റോൾ ഇൻ ദി ഇക്കണോമി ബൈ കളക്ടിങ് സേവിങ്സ് ഫ്രം ഇൻഡിവിജ്വൽസ്. ബാങ്ക് എന്താ ചെയ്യുന്നത്? സേവിങ്സ് ഇൻഡിവിജ്വൽസിൽ നിന്ന് കളക്ട് ചെയ്യുന്നു. അതുപോലെ പ്രൊവൈഡിങ് ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നു. ബിസിനസ്സസ് ആൻഡ് കൺസ്യൂമേഴ്സ് അല്ലേ, ഉപഭോക്താക്കൾക്ക് ലോൺസ് പ്രൊവൈഡ് ചെയ്യുക, അവരുടെ സേവിങ്സ് കളക്ട് ചെയ്ത് വെക്കുക. ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് ബാങ്ക് കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലേ. ഇനി ക്യാപിറ്റൽ ഫോർമേഷന് അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ എന്താണ്, പ്രൊമോട്ട് ഓൺടർപ്രണർഷിപ്പ്. നമ്മുടെ ക്വസ്റ്റ്യനകത്ത് നിന്ന് തന്നെ നമ്മൾ ഇതിനകത്ത് ആൻസർ എടുത്തു. പ്രൊമോട്ട് ഓൺടർപ്രണർഷിപ്പ് ആൻഡ് ഫെസിലിറ്റേറ്റ് സ്മൂത്ത് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. സ്മൂത്ത് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് നമ്മൾക്ക് സാധ്യമാകുന്നത് ആര് കാരണമാണ്? ബാങ്ക് ഉള്ളത് കാരണമാണ്. ദസ് ഇൻ ടേൺ സപ്പോർട്ട്സ് ഇക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഇതെല്ലാം കൊണ്ട് ബാങ്ക് ഇക്കണോമിക് ഗ്രോത്തിനും ഡെവലപ്മെൻറ്റിനും ഹെൽപ്ഫുൾ ആകുന്നു. ക്ലിയർ ആയോ? ദിസ് ഈസ് ദ ഇൻട്രോ പാർട്ട്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഇൻട്രൊഡക്ഷൻ ആയിട്ട് എഴുതാം. അപ്പോൾ നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? അപ്പോൾ ഒന്നുകൂടെ എടുത്ത് വായിച്ചു നോക്കുക എല്ലാവരും. സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. യെസ്, ഹൗ ഡു ബാങ്ക്സ് ഹെൽപ്പ് ഇൻ പ്രൊമോട്ടിംഗ് ഓൺടർപ്രണർഷിപ്പ്? ഓൺടർപ്രണർഷിപ്പിന് അല്ലെ എങ്ങനെയാണ് ബാങ്ക് ഹെൽപ്പ് ചെയ്യുന്നത്? ബാങ്ക്സ് ഹെൽപ്പ് പ്രൊമോട്ട് ഓൺടർപ്രണർഷിപ്പ് ബൈ പ്രൊവൈഡിങ് ഫിനാൻഷ്യൽ സപ്പോർട്ട്. എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഫിനാൻഷ്യൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്തുകൊണ്ട്. എങ്ങനെയൊക്കെ? ലോൺസ്, അതുപോലെ ക്രെഡിറ്റ് ഫെസിലിറ്റീസ്. ലോൺസ് തരുന്നുണ്ട് നമുക്ക്, അതുപോലെ ക്രെഡിറ്റ് ഫെസിലിറ്റീസും തരുന്നുണ്ട്. നിങ്ങൾക്കൊരു സംരംഭകനാകണമെങ്കിൽ എന്ത് ചെയ്യണം? ബാങ്കിൽ പോയിട്ട് നമ്മുടെ കയ്യിൽ ക്യാപിറ്റൽ ഇല്ല എങ്കിൽ ഡെഫിനറ്റ്ലി വാട്ട് വി നീഡ് ടു ഡു ഇസ് ബാങ്കിൽ പോവുക, നമ്മൾ എന്ത് ചെയ്യുക? ലോണിന് അപ്ലൈ ചെയ്യുക അല്ലേ. യെസ്. ഇനി രണ്ടാമത്തെ സെൻറ്റൻസ് ആണ്, ഓൺടർപ്രണേഴ്സ് ക്യാൻ യൂസ് ദീസ് ഫണ്ട്സ് ടു സ്റ്റാർട്ട് ന്യൂ ബിസിനസ്സസ് ആൻഡ് എക്സിസ്റ്റിംഗ് വൺ. ഈ സമ്പത്ത് നമുക്ക് കിട്ടുന്നത് ബാങ്ക് തരുന്ന ധനം അല്ലെങ്കിൽ ധനം എന്താ പറയുക സംരംഭിക്കുന്നത് മൂലം ലൈക്ക് വി ആർ ഗ്യാതറിങ് ദ എമൗണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് പറ്റും? വി ക്യാൻ എക്സ്പാൻഡ് എക്സിസ്റ്റിംഗ് വൺ, അല്ലെങ്കിൽ ന്യൂ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം, പുതിയ ബിസിനസ് തുടങ്ങാം, അല്ലെങ്കിൽ വി ക്യാൻ ഹാവ് ദ എക്സ്പാൻഡ് അവർ എക്സിസ്റ്റിംഗ് ബിസിനസ്. മൂന്നാമത്തെ സെൻറ്റൻസ്, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് റെഡ്യൂസസ് ദ ബേർഡൻ ഓഫ് സെൽഫ് ഫണ്ടിങ്. ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ സെൽഫായിട്ട് നമ്മൾ ക്യാപിറ്റൽ കണ്ടെത്തണതിൻ്റെ ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് നമ്മൾ ഒഴിവാകും. അതുപോലെ എൻകറേജസ് ഇന്നോവേഷൻ. പുതിയ കാര്യങ്ങൾ തുടങ്ങാനായിട്ട് ആൾക്കാരെ പ്രേരിപ്പിക്കുന്നത് എന്താണ്? എൻ്റെ കയ്യിൽ പൈസ ഇല്ല, എനിക്ക് ഒരുപാട് ഐഡിയാസ് ഉണ്ട്, പക്ഷെ ഞാൻ എന്ത് ചെയ്യണം? ഒരു ബാങ്ക് എന്നെ സഹായിച്ചാൽ ഡെഫിനറ്റ്ലി എനിക്ക് എൻ്റെ ഐഡിയാസ് കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ആസ് എ റിസൾട്ട് മോർ ബിസിനസ്സസ് ആർ ക്രിയേറ്റഡ് ലീഡിങ് ടു ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് എക്കണോമിക് ഗ്രോത്ത്. അത് കാരണം എന്താണ്? കൂടുതൽ ജോലി സാധ്യതകൾ കൂടുകയാണ് ചെയ്യുന്നത്. കൃത്യമായിട്ട് കിട്ടിയില്ല രണ്ടാമത്തെ പോയിന്റ്? യെസ്. മൂന്നാമത്തത്, വാട്ട് ഈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഫോർ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്? എന്തുകൊണ്ടാണ് എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം എന്നത് നമ്മളിത് ചർച്ച ചെയ്യുന്ന കാര്യം അല്ലേ. അതെങ്ങനെയാണ് ഒരു ഫിനാൻഷ്യൽ എന്താ പറയുക ഇക്കണോമിക് ഡെവലപ്മെൻറ്റിന് ഹെൽപ്ഫുൾ ആകുന്നത്? ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്നത് എന്താണ്? എൻഷുവേഴ്സ് ദാറ്റ് എവ്രി വൺ ഇൻക്ലൂഡിങ് ദ പുവർ, സാമ്പത്തികമായിട്ട് പിന്നോക്ക അവസ്ഥയിൽ നിൽക്കുന്നവർ, മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, അതായത് ജാതിപരമായിട്ട് സാമൂഹ്യപരമായിട്ട് ഒക്കെ പിന്നോക്ക അവസ്ഥയിൽ നിൽക്കുന്ന ആൾക്കാർ,
അതുപോലെ ആക്സസ് ടു ബാങ്കിങ് സർവീസ് സച്ച് ആസ് സേവിങ്സ് അക്കൗണ്ട്. എന്തെല്ലാം ബാങ്കിങ് സർവീസസിലേക്കാണ് അവരുടെ കൂടെ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നത്? സേവിങ്സ് അക്കൗണ്ട്, ലോൺസ്, ഇൻഷുറൻസ് മുതലായ മേഖലകളിൽ അവരുടെ സാന്നിധ്യം, അവരുടെയും കൂടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നു. അതുപോലെ തന്നെ ദിസ് ഹെൽപ്സ് പീപ്പിൾ പാർട്ടിസിപ്പേറ്റ് ഇൻ ദി ഇക്കണോമി. ഇത് കാരണം എന്താണ്? സാമ്പത്തിക വ്യവസ്ഥിതിയിൽ ഇന്ത്യയുടെ അല്ലെങ്കിൽ ലോകത്തിലെ ഏത് രാജ്യങ്ങളായിക്കോട്ടെ, ബാങ്കുകളുള്ള എല്ലാ രാജ്യങ്ങളും അവരുടെ സാമ്പത്തിക വ്യവസ്ഥിതിയിൽ നമ്മൾക്ക് ഓരോ മനുഷ്യർക്കും ആകാനായിട്ട് സാധിക്കുന്നു. സേവ് മണി സേഫ്ലി, ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ സ്മോൾ ബിസിനസ്സസ്. നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കുറച്ച് എമൗണ്ട് ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? സേവ് ചെയ്ത് വെക്കുന്നു. അതുപോലെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ബിസിനസ്സിലേക്കോ അല്ലെങ്കിൽ നമ്മളുടെ എന്താ പറയുക സംരംഭങ്ങളിലേക്കോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ആസ് എ റിസൾട്ട് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ റെഡ്യൂസസ് പോവർട്ടി ആൻഡ് പ്രൊമോട്ട്സ് ബാലൻസ്ഡ് ഇക്കണോമിക് ഗ്രോത്ത്. അത് കാരണം എന്താണ്? ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ത് കുറവാക്കുന്നു? പോവർട്ടി കുറവാക്കുന്നു, അല്ലേ? ഇറ്റ് റെഡ്യൂസസ് പോവർട്ടി ആൻഡ് പ്രൊമോട്ട്സ് ബാലൻസ് ഇക്കണോമിക് ഗ്രോത്ത്. ക്ലിയർ ആയോ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ? അപ്പോൾ നമ്മളിപ്പോൾ എത്ര പാരഗ്രാഫ്സ് കഴിഞ്ഞു? ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു, കൂടെ 2 പാരഗ്രാഫ്സ് കൂടെ കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് 2 പാരഗ്രാഫ്സ് കൂടെ ഉള്ളൂ. യെസ്, ഹൗ ഡു ഡിജിറ്റൽ ബാങ്കിങ് സർവീസ് ഹെൽപ്സ് ദ ഇക്കണോമി? എങ്ങനെയാണ് ഡിജിറ്റൽ ബാങ്കിങ് സർവീസ് ഇക്കണോമിയെ സഹായിക്കുന്നത്? ഡിജിറ്റൽ ബാങ്കിങ്, വാട്ട് യു മീൻ ബൈ ഡിജിറ്റൽ ബാങ്കിങ്? എന്താണ് ഡിജിറ്റൽ ബാങ്കിങ്? നമ്മളുടെ ട്രാൻസാക്ഷൻസ് ഓൺലൈൻ ആക്കുക, ATMസിൽ നിന്ന്, അല്ലേ? നമ്മൾ എന്താ പറയുക, നോട്ട് ഫ്രം ATMs, ആക്ച്വലി നമ്മൾ ഓൺലൈൻ ട്രാൻസാക്ഷൻസ് ആക്കുക, അല്ലേ? ഇൻ്റർനെറ്റ് ബാങ്കിങ് ആകാം, നമ്മളിപ്പോൾ പറയുന്ന പോലെ പല പേയ്മെൻറ്റ് ഗേറ്റ്വേസ് ആൻഡ് മെത്തേഡ്സ് ആർ ദെയർ, അല്ലേ? അത് വെച്ച് നമ്മൾ പേയ്മെൻറ്റ് നടത്തുക. സോ ബാങ്കിങ് സർവീസസ് ഹെൽപ്സ് ദി ഇക്കണോമി ബൈ മേക്കിംഗ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഫാസ്റ്റ്. എന്താണ് ഡിജിറ്റൽ ട്രാൻസാക്ഷൻ്റെ ഏറ്റവും വലിയ ഗുണം? ഫാസ്റ്റ് ആണ്, കൺവീനിയൻ്റ് ആണ്, സെക്യൂർ ആണ്. ഓക്കെ, ഫാസ്റ്റ്, കൺവീനിയൻറ്റ് ആൻഡ് സെക്യൂർ. നിങ്ങൾ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ആലോചിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ വന്നു പോകേണ്ട 3-4 പോയിന്റ്സ് ഇതാണ്. ദേ റെഡ്യൂസ് ദ നീഡ് ഓഫ് ഫിസിക്കൽ ബ്രാഞ്ചസ്. ഇനി ബാങ്ക് തന്നെ പ്രവർത്തിക്കണം എന്നില്ല, അല്ലേ? ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ, എല്ലാം ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ബാങ്കിൽ പോകേണ്ട കാര്യമുണ്ടോ? ഇല്ല. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഇന്ന് ബാങ്കിൽ പോകാറേ ഇല്ല, അല്ലേ? നമ്മൾക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ ട്രാൻസാക്ഷൻസ് ചെയ്യുന്ന ആൾക്കാരാണ്. സോ ലോവർ ട്രാൻസാക്ഷൻ കോസ്റ്റ് ആൻഡ് ഇംപ്രൂവ്സ് എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യുന്നു, ട്രാൻസാക്ഷൻ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്നു, ഇസ്ൻ്റ് ഇറ്റ്? അതുപോലെ ബിസിനസ്സസ് ആൻഡ് ഇൻഡിവിജ്വൽസ് ക്യാൻ ക്യാരി ഔട്ട് ട്രാൻസാക്ഷൻ എനി ടൈം, പ്രൊമോട്ടിംഗ് ഇക്കണോമിക് ആക്ടിവിറ്റി ആൻഡ് ഗ്രോത്ത്. ലോകത്ത് എവിടെ ഇരുന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് സാധ്യമാകും. സോ ഡിജിറ്റൽ ബാങ്കിങ് സർവീസസ് എങ്ങനെയാണ് നമ്മുടെ എക്കണോമിയെ സഹായകരമാക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ? യെസ്. ആൻഡ് വാട്ട് ആർ ദി ചാലഞ്ചസ്? ദിസ് ഇസ് ദ ഫൈനൽ. ഇനി നമ്മൾ ബാങ്കിങ്ങിനെ കുറിച്ച് കുറേ നല്ല കാര്യങ്ങൾ പറഞ്ഞു, അല്ലേ? ഇനി നമ്മൾ ഒരു ചാലഞ്ചെങ്കിലും പറയാതെ എങ്ങനെയാണ് നമ്മളുടെ എസ്സേ കൺക്ലൂഡ് ചെയ്യാൻ പറ്റുക, അല്ലേ? ദിസ് ഇസ് ദ ചാലഞ്ച്. ബാങ്ക് ഫേസ് സെവറൽ ചാലഞ്ചസ്. അവർ സെവറൽ ആയിട്ടുള്ള ചാലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ട്. എന്താണ്? ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്. അതിന് എന്തൊക്കെയാണ് കാരണം? ഫസ്റ്റ് വൺ, ലാക്ക് ഓഫ് ഫിനാൻഷ്യൽ ലിറ്ററസി. ഫിനാൻഷ്യൽ ലിറ്ററസിയെക്കുറിച്ച് എത്ര പേർ ബോധേഡാണ്, അല്ലെ? നമ്മൾ റൂറൽ ഏരിയയിലേക്ക് ചെല്ലുകയാണെങ്കിൽ ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന് പറയുന്നത് ഒരു വലിയൊരു ബാധ്യത തന്നെയാണ്. കാരണം ആൾക്കാർക്ക് എന്താണ് ബാങ്കിങ് സർവീസ്, എന്താണ് ഇൻ്റർനെറ്റ് ബാങ്കിങ്, അല്ലെ? എന്താണ് നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റ്, എന്താണ് വാട്ട് ഇസ് സേവിങ്സ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്നും അറിയാൻ വയ്യാത്ത അവസ്ഥ, അല്ലേ? അമംഗ് ദ പീപ്പിൾ എസ്പെഷ്യലി ഇൻ റൂറൽ ഏരിയാസ്. പുവർ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ലിമിറ്റഡ് ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി. നമ്മൾ ഡിമോണിറ്റൈസേഷൻ കഴിഞ്ഞപ്പം നമ്മളെല്ലാവരും, എസ്പെഷ്യലി പാൻഡമിക്കോടുകൂടി എല്ലാവരും ഡിജിറ്റൽ ട്രാൻസാക്ഷനിലേക്ക് പോയി. പക്ഷേ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ഇപ്പോഴും അറിയാത്ത എത്രയോ ജനങ്ങളുണ്ട്. എന്താണ്? ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഇല്ലാത്ത എത്രയോ സ്ഥലങ്ങളുണ്ട്, അല്ലേ? ഇതെല്ലാം ഇതിനൊരു എന്താണ് ചാലഞ്ച് തന്നെ ആയിട്ട് തുടരുന്നു. അതുപോലെ ബാങ്കിങ് സർവീസ് റിമോട്ട് റീജിയനിൽ എത്തിപ്പെടുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അഡീഷണലി ദ റിസ്ക് ഓഫ് സൈബർ ഫ്രോഡ്. ഇത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ചെഴുതേണ്ട പോയിന്റാണ്. സൈബർ ഫ്രോഡ് കൂടി വരികയാണ്, അല്ലേ? ഇന്നത്തെ കാലത്ത് സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത് യു ആർ അറ്റ് റിസ്ക് എന്ന് തന്നെയാണ് പറയുന്നത്, അല്ലേ? ഇസ്ൻ്റ് ഇറ്റ്? യു ആർ അറ്റ് റിസ്ക്. സോ സെക്യൂരിറ്റി ഇഷ്യൂസ് ഓൾസോ പൊസസ് സിഗ്നിഫിക്കൻറ്റ് ചാലഞ്ചസ് ഓഫ് ബാങ്കിങ് ഗ്രോത്ത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്തൊക്കെയാണ്? പുവർ ഇൻഫ്രാസ്ട്രക്ചർ, ഇൻ്റർനെറ്റ് ഫെസിലിറ്റി ഇല്ലായ്മ, അതുപോലെ സൈബർ ഫ്രോഡ്സ്, ഇതെല്ലാം. അത് മാത്രമല്ല ഏറ്റവും വലുത് ഫിനാൻഷ്യൽ ലിറ്ററസി ഇല്ലായ്മ. ഇതെല്ലാം ഇതിൻ്റെ ചാലഞ്ചസ് ആണ്. കിട്ടിയില്ലേ നിങ്ങൾക്ക് 3-4 ലൈൻസ്, ഇല്ലേ? ഇനി ഇതെല്ലാം വെച്ച് നമുക്ക് കൺക്ലൂഷൻ എഴുതിയാലോ? യെസ്, ലെറ്റ്സ് മൂവ് ഓൺ ടു ദ കൺക്ലൂഷൻ, അല്ലേ? ഇപ്പോൾ കുറച്ചുകൂടെ കോൺഫിഡൻസ് ബൂസ്റ്റപ്പ് ആയില്ലേ നിങ്ങളുടെ? കൺക്ലൂഷൻ എന്താണെന്ന് വെച്ചാൽ, ബാങ്ക് ഇതെല്ലാം കൂടെ നിങ്ങളിപ്പോൾ തന്നെ ഓൾറെഡി ടൈപ്പ് ചെയ്ത് വെച്ചു. ആ ടൈപ്പ് ചെയ്ത് വെച്ച എസ്സേ എല്ലാം കൂടെ വായിച്ചിട്ട് നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അതൊന്നുകൂടെ എഴുതുക. ദാറ്റ്സ് ഇറ്റ്. ബാങ്ക്സ് പ്ലേ എ ക്രൂഷ്യൽ റോൾ ഇൻ ദി ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് എ കൺട്രി ബൈ മൊബിലൈസിങ് സേവിങ്സ്, അല്ലേ?
പ്രൊവൈഡിങ് ക്രെഡിറ്റ്, ഇത് തന്നെ നമ്മൾ ആദ്യം എഴുതിയ പോയിന്റ്സ് ഒക്കെ തന്നെ ഇത് തന്നെയാണ്, പക്ഷേ നമ്മൾ എന്ത് ചെയ്തു, റീഫ്രേസ് ചെയ്തു അല്ലേ, വി ആഡഡ് ഡിഫറെൻറ്റ് ടേംസ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ദാറ്റ് ഇസ് വൈ സെഡ് എൻഹാൻസ് യുവർ വൊക്കാബുലറി. ഓക്കെ, സപ്പോർട്ടിംഗ് ഓൺടർപ്രണർഷിപ്പ്, ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ആൻഡ് ഡിജിറ്റൽ ബാങ്കിങ് ഫർദർ സ്ട്രെങ്തൻ ദിസ് റോൾ by making banking service accessible to everyone and improve efficiency. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം ഇതൊക്കെ തന്നെയാണ്. ഡിജിറ്റൽ ബാങ്കിങ്, അതുപോലെ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ, ഇതെല്ലാം ബാങ്കിങ് സർവീസ് ആക്സസിബിൾ ആക്കുന്നു. എന്നിരുന്നാലും ഡിസ്പൈറ്റ് സം ചാലഞ്ചസ് ലൈക്ക് കണ്ടിന്യൂസ് എഫേർട്സ് ബൈ ദ ഗവൺമെൻറ്റ്സ് ആൻഡ് ബാങ്കും ഗവൺമെൻറ്റും നടത്തുന്ന കണ്ടിന്യൂസ് എഫേർട്സും ക്യാൻ ലീഡ് ടു എ സ്ട്രോങ്ങർ ആൻഡ് മോർ ഇൻക്ലൂസീവ് എക്കണോമി അല്ലേ. ഇതിന് എന്തിന് കാരണമാകുന്നു, കുറച്ചുകൂടെ സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള എക്കണോമി കൊണ്ടുവരാനായിട്ട് സാധ്യമാകുന്നു. സോ ക്ലിയർ ആയില്ലേ എങ്ങനെ എസ് എഴുതണമെന്ന്? വിത്തിൻ 5 to 10 minutes ഐ തിങ്ക് യു ഗോട്ട് ആൻ ഐഡിയ അല്ലേ. എല്ലാവർക്കും ഒരു ഏകദേശ ധാരണ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. 5 ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുക, 5 ക്വസ്റ്റ്യൻസിനും 3-4 സെൻറ്റൻസിൽ ആൻസർ ചെയ്യുക. സോ നിങ്ങളുടെ എസ് റെഡി ആയിരിക്കും. ഓക്കെ, സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. നിങ്ങൾ പലരും IBPSൻ്റെയും SBIയുടെയും പ്രിലിംസ് എക്സാം പാസ്സാവും, പക്ഷെ മെയിൻസിൽ വരുമ്പം നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടും അല്ലേ. ഇത് കുറച്ച് പാട് തന്നെയാണ്. ഓക്കെ, അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാര്യം എന്താ വെച്ചാൽ മെയിൻസ് എക്സാംസ് നല്ല ഡിഫിക്കൽട്ടാണ്. POയുടെ പ്രൊബേഷണറി ഓഫീസേഴ്സ് എക്സാംസിൻ്റെ മെയിൻസ് എന്ന് പറയുന്നത് നല്ല ഡിഫിക്കൽട്ട് തന്നെയാണ്. അത് നിങ്ങൾ ക്രാക്ക് ചെയ്യണമെങ്കിൽ പ്രോപ്പർ ട്രെയിനിങ് ആൻഡ് പ്രോപ്പർ കോച്ചിങ് ഈസ് നീഡഡ്. സോ എൻട്രി വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റി തരുന്നുണ്ട്. സ്പെഷ്യൽ ബാച്ചസ് ഉണ്ട് എൻട്രിക്ക്. എന്തിന്? IBPS ആൻഡ് SBI PO മെയിൻസിന് പ്രിപ്പയർ ചെയ്യാനും, അതുപോലെ തന്നെ ഇൻ്റർവ്യൂ, എസ്സേ റൈറ്റിംഗ്, ഗ്രൂപ്പ് ഡിസ്കഷൻ, ഇതിന് എല്ലാറ്റിനും കൂടെ നല്ല ഉഗ്രൻ ഒരു കോഴ്സ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ അതിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ഓൺ ദാറ്റ് ഡിസ്ക്രിപ്ഷൻ, അല്ലെങ്കിൽ നെക്സ്റ്റ് പേജിൽ ഞാനൊരു നമ്പർ തരും, ആ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ മറക്കണ്ട, എൻട്രിയുടെ ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു കോച്ചാണ്. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സെറ്റ് ഓഫ് ഫാക്കൽറ്റീസ് ലീഡ് ചെയ്യുന്ന കോച്ചിങ് ഉണ്ടാകും ഡെഫിനറ്റ്ലി. സോ നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യാം, മറക്കണ്ട. കാരണം ഇതിനൊരു ട്രെയിനിങ് ആവശ്യം തന്നെയാണ്. നമുക്ക് പലർക്കും തോന്നും നമ്മൾ തന്നെ പഠിക്കാം, പക്ഷേ ഒരു ഡയറക്ഷൻ കിട്ടണമെങ്കിൽ എവിടെയാണ് എൻ്റെ വീക്കർ പോയിന്റ് എന്ന് മനസ്സിലാക്കി അവിടെ ഏറ്റവും കൂടുതൽ എംഫസൈസ് ചെയ്ത് കൊടുത്ത് പഠിക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കൊരു ഗൈഡിങ് ആവശ്യമാണ്. ആ ഗൈഡിങ് നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്. സമയം വേസ്റ്റ് ചെയ്യേണ്ട. ദിസ് ഇസ് എ റൈറ്റ് ടൈം ടു ജോയിൻ. ഓക്കെ, എല്ലാവരും ജോയിൻ ചെയ്തോളൂ. സോ ദിസ് ഇസ് ദ നമ്പർ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും ക്ലാരിഫിക്കേഷൻസും ഉണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കിട്ടുന്നതാണ്. ഓക്കെ, പക്ഷെ നമ്മുടെ ക്ലാസ് കഴിഞ്ഞിട്ടില്ല, ആരും പോരുത് കേട്ടോ. സോ ഇത് കുറച്ച് ടിപ്സ്. ഇനി നിങ്ങൾ എങ്ങനെ എസ്സേയിലേക്ക് പ്രിപ്പയർ ചെയ്യാം അല്ലേ, ബിഫോർ ദ എക്സേ, ഡ്യൂറിങ് ദ പ്രോസസ് ഓഫ് റൈറ്റിംഗ് ആൻഡ് ആഫ്റ്റർ ദ എസ്സേ. അങ്ങനെയാണ് ഞാൻ ഡിവൈഡ് ചെയ്തേക്കുന്നത്. റീഡ് റെഗുലർലി. ഒരു കാര്യം പറയാനുള്ളത്, എല്ലാ ദിവസവും ഇല്ല, ട്യൂസ്ഡേ, വെൻസ്ഡേ ആൻഡ് ഫ്രൈഡേ മോർണിംഗ് 8 AM എൻട്രിയുടെ ബാങ്കിങ് യൂട്യൂബ് ചാനലിൽ എഡിറ്റോറിയൽ ഡിസ്കഷൻസ് ഞാൻ ലൈവായിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മറക്കണ്ട ഡേറ്റ്സ്: ട്യൂസ്ഡേ, വെൻസ്ഡേ ആൻഡ് ഫ്രൈഡേ മോർണിംഗ് അറ്റ് 8 o'clock ബാങ്കിങ്ങിൻ്റെ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ വെച്ചേക്കുക, ബിക്കോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. അതിൽ നമ്മൾ ചുമ്മാ എഡിറ്റോറിയൽ വെറുതെ വായിച്ച് വിട്ട് ഡിസ്കസ് ചെയ്യുകയല്ല. അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഓരോ ഡിഫിക്കൽട്ട് വേർഡ്സ് എടുത്ത് അതിൻ്റെ മീനിങ്, സിനോണിംസ്, ആൻറ്റോണിംസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ഫ്രേസൽ വേർബ്സ്, അതുപോലെ പ്രിസേ റൈറ്റിംഗ്, എസ്സേ റൈറ്റിംഗ്, കോളം ബേസ്ഡ് എക്സസൈസസ്, എറർ ഡിറ്റക്ഷൻ എക്സസൈസസ്, വേർഡ് സ്വാപ്പിംഗ് എക്സസൈസ്, നിങ്ങൾക്ക് പ്രിലിംസിലും മെയിൻസിലും ആവശ്യമുള്ള പല എക്സസൈസസും നമ്മളവിടെ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? റീഡ് റെഗുലർലി. ഏതൊക്കെ ന്യൂസ് പേപ്പേഴ്സ് ആണ്? ദ ഹിന്ദു, ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്, അതുപോലെ ഇക്കണോമിക് ടൈംസ്, PIB പ്രസ് ബ്യൂറോ റിലീസസ് വായിക്കുക, അതുപോലെ ഗവൺമെൻറ് സ്കീംസ് ആൻഡ് അപ്ഡേറ്റ്സും നിങ്ങൾ വായിച്ചിരിക്കുക. ഇനി ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ വൊക്കാബുലറി എക്സ്പാൻഷൻ മസ്റ്റ്. രണ്ടാമത്തെ, കോമൺ എസ്സേ ടോപ്പിക്സ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇതെല്ലാമാണ് നമ്മുടെ എസ്സേ ടോപ്പിക്സ്. സാധാരണ നമ്മൾ എഡിറ്റോറിയൽ ഡിസ്കഷൻ ചെയ്യുമ്പോൾ ഈ ടോപ്പിക്സ് ഒക്കെ നമ്മൾ റെഗുലർലി കാണാറുണ്ട്, നമ്മൾ കുട്ടികളോട് പറയാറുണ്ട്. ഇങ്ങനത്തെ ടോപ്പിക്സ് എസ്പെഷ്യലി നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. കറണ്ട് അഫയേഴ്സ് ഉണ്ടാകാം, എക്കണോമിക് ഇഷ്യൂസ്, സോഷ്യൽ ഇഷ്യൂസ്, ഗവൺമെൻറ് പോളിസീസ്, technology in banking, financial inclusion, youth and employment, environmental issues, digital India, GST, demonetization, etc. So editorial വായിച്ചാൽ കുട്ടികളെ നിങ്ങളുടെ എക്സ്പാൻഷൻ ഓഫ് വൊക്കാബുലറി നടക്കും, ഗ്രാമർ യൂസേജ് നടക്കും, പിന്നെ നല്ല വിവരം വെക്കും.
എസ് എഴുതണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ബേസിക് ആയിട്ട് ഒരു നോളജ് വേണം അല്ലേ? ആ നോളജ് വെക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ട് ഇത് വായിക്കുക. എഡിറ്റോറിയൽ ഡിസ്കഷൻസ് മറക്കാതെ കാണുക. നെക്സ്റ്റ്, പ്രാക്ടീസ്. എന്ത് ചെയ്യണം? വെറുതെ വായിച്ച് വെച്ചോണ്ടിരുന്നാൽ മതിയോ? ഇല്ല. അറ്റ്ലീസ്റ്റ് 10 മുതൽ 15 എസ്സേ നിങ്ങളുടെ മെയിൻ എക്സാംസിന് തൊട്ട് മുമ്പായിട്ട് നിങ്ങൾ 10 മുതൽ 15 എസ്സേ വരെയെങ്കിലും പ്രാക്ടീസ് ചെയ്തിരിക്കണം. ടൈമിംഗ് എങ്ങനെയാണ്? 20 to 30 മിനിറ്റ്സ് കൂടുതലാണ്. കാര്യം എന്താ വെച്ചാൽ എസ്സേ വരുന്നത് നിങ്ങൾ ഓക്കെ എസ്സേ റൈറ്റിംഗ് വരുന്നത് വലിയ പ്രശ്നമില്ല, നിങ്ങൾക്ക് എഴുതാൻ പറ്റും 20 to 30 മിനിറ്റ്സിന്. IBPSനാണ് കൂടുതലായിട്ട് ഇപ്പോൾ കാണുന്നത് എസ്സേ റൈറ്റിംഗ്. പക്ഷേ നല്ല റിപ്പോർട്ട് റൈറ്റിങ്ങിലും ഈ കണ്ടന്റ് ഒക്കെ തന്നെയാണ് വരുന്നത്, പക്ഷേ ഫോർമാറ്റ് ഇസ് ടോട്ടലി ഡിഫറെൻറ്റ്. പിന്നെ സ്ട്രക്ചർ ആൻഡ് ക്ലാരിറ്റി. ഓക്കെ, സ്ട്രക്ചർ ഇമ്പോർട്ടൻ്റ് ആണ്, ക്ലാരിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. ടൈപ്പിംഗ് സ്പീഡ് 30 വേർഡ്സ് പെർ മിനിറ്റ് എന്ന ടൈപ്പിംഗ് സ്പീഡ് മിനിമം ആയിട്ട് നിങ്ങൾ പെട്ടെന്ന് ടൈപ്പ് ചെയ്ത് പോകണം. അല്ലെങ്കിൽ നിങ്ങൾ ഓരോ അക്ഷരങ്ങൾ അവിടെ ഇവിടെയും തപ്പി പിടിച്ചുകൊണ്ടിരുന്ന എന്ത് സംഭവിക്കും? ഡെഫിനറ്റ്ലി സമയം കടന്നു പോകും. മെയിൻറ്റെയിൻ എ ഫോർമൽ ടോൺ. ഓക്കെ, മറക്കണ്ട, എസ്സേ ആണ് എഴുതുന്നത്, നോ ഇൻഫോർമൽ ലാംഗ്വേജ്, യൂസ് വെരി മച്ച് ഫോർമൽ ലാംഗ്വേജ്. അടുത്തത് പ്രാക്ടീസ് റൈറ്റിംഗ്. എങ്ങനെ എഫക്റ്റീവായിട്ട് പ്രാക്ടീസ് ചെയ്യണം? ടൈം യുവർ സെൽഫ്, ടൈമർ വെച്ച് എഴുതി തുടങ്ങാം. മാസ്റ്റർ ദ ഫോർമാറ്റ്, മെയിൻറ്റെയിൻ എ ഫോർമൽ ടോൺ, യൂസ് സിമ്പിൾ ലാംഗ്വേജ്, ദെൻ അവോയ്ഡ് റെപ്പറ്റീഷൻ. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ എന്തുകൊണ്ടാണ് 5 ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞത്? റെപ്പറ്റീഷൻ ഒഴിവാക്കാനാണ് 5 ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞത്. പ്രൂഫ് റീഡ് ഫോർ എറേഴ്സ് വരാതിരിക്കാൻ പ്രൂഫ് റീഡ് ചെയ്യാനും സമയം കണ്ടെത്തുക. അതുപോലെ ലാംഗ്വേജ് ഫോക്കസ് ചെയ്യുക. സിമ്പിൾ ഫോർമൽ ലാംഗ്വേജ് ആണ് വേണ്ടത്. സ്ലാങ്, കോംപ്ലെക്സ് സ്ട്രക്ചേഴ്സ്, സെൻറ്റൻസസ് അവോയ്ഡ് ചെയ്യുക. നെക്സ്റ്റ് വൺ, ഗ്രാമർ കറക്റ്റ് ആക്കുക. പങ്ക്ച്വേഷൻ ആൻഡ് സ്പെല്ലിംഗ്, കോമ, കുത്ത്, കോളൻ, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ യൂസ് ബാങ്കിങ് ആൻഡ് ഇക്കണോമിക് ടെർമിനോളജി ഇഫ് റെലവെൻറ്റ്. ബാങ്കിങ്ങും ഇക്കണോമിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടെർമിനോളജി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നതെങ്കിൽ അത് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ടൈം മാനേജ്മെൻറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. 20 to 30 മിനിറ്റ്സ്, ലീവ് 2-3 മിനിറ്റ്സ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ മറന്നു പോകുന്ന കാര്യമാണ്. എസ്സേ എഴുതി വീട്ടിൽ പോകാൻ പാടില്ല, 2-3 മിനിറ്റ് മാറ്റി വയ്ക്കുക. എന്തിനാണ്? എറർ ഡിറ്റക്ഷന് വേണ്ടിയിട്ട്. നിങ്ങൾ സ്പെല്ലിംഗ് മിസ്റ്റേക്സ്, പങ്ക്ച്വേഷൻ എറേഴ്സ് എല്ലാം ചെക്ക് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുക. എറർ ഡിറ്റക്ഷൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്തെല്ലാമാണ്? സ്പെല്ലിങ്സ്, ഗ്രാമർ, പങ്ക്ച്വേഷൻ ആൻഡ് കോണ്ടെക്സ്റ്റ്. ആ 4 കാര്യങ്ങളിൽ എറർ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഞാൻ പറഞ്ഞു എറർ അതിനകത്ത് ഡിറ്റക്ട് ചെയ്ത് കാണിക്കില്ല, സോ യു നീഡ് ടു ഡു ഇറ്റ് വോളണ്ടറിലി. ലാസ്റ്റ് വൺ, ക്വിക്ക് ഗ്രാമർ ചെക്ക്. ഗ്രാമർ എന്തെല്ലാമാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്? സബ്ജക്ട് വെർബ് എഗ്രിമെൻ്റ് ഉണ്ടോ? പ്രോപ്പർ ടെൻസിലാണോ ഞാൻ എഴുതിയേക്കുന്നത്? ആക്റ്റീവ് വോയിസിൽ എഴുതണം, നോട്ട് ഇൻ പാസീവ് വോയിസ്. ഓക്കെ, ദ ഗവൺമെൻറ് ഇനിഷ്യേറ്റഡ് ദ പ്ലാൻ. ഒരിക്കലും ദ പ്ലാൻ വാസ് ഇനിഷ്യേറ്റഡ് ബൈ ദ ഗവൺമെൻറ് എന്ന് എഴുതരുത്. ഓക്കെ, ഡയറക്റ്റ് ആയിട്ട് ആക്റ്റീവ് വോയിസിലാണ് എഴുതേണ്ടത്. ആർട്ടിക്കൽ യൂസേജസ് കറക്റ്റ് ആണോ? സ്പെല്ലിംഗ് ആൻഡ് പങ്ക്ച്വേഷൻ ഉണ്ടോ? പാരലൽ സെൻറ്റൻസ് സ്ട്രക്ചർ എറർ ഡിറ്റക്ഷനിൽ ഏറ്റവും കൂടുതൽ വരുന്നതാണ്. പാരലൽ സെൻറ്റൻസ് സ്ട്രക്ചറാണ്. 2 സെൻറ്റൻസ് ആൻഡ് വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. രണ്ടിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്, ഈക്വൽ ടെൻസ് ആയിരിക്കണം. ഓക്കെ, ഒരെണ്ണം പ്രസൻറ്റ് ടെൻസും ഒരെണ്ണം കണ്ടിന്യൂസ് ടെൻസിലും എഴുതരുത്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലും പ്രസൻറ്റ് കണ്ടിന്യൂസിലും എഴുതാൻ പാടില്ല. രണ്ടും ഒരേ ടെൻസിൽ തന്നെ എഴുതുക. നോ റെപ്പറ്റീഷൻ, ഫോർമൽ ടോൺ മെയിൻറ്റെയിൻഡ്. ഇത് പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പറയണം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ പല പ്രാവശ്യം കേൾക്കുമ്പോഴും ഇറ്റ് വിൽ ബി ദെയർ ഇൻ യുവർ മൈൻഡ്. സോ ഈ നമ്പറിൽ എന്ത് ഡൗട്ട്സ് ആൻഡ് ക്ലാരിഫിക്കേഷൻസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ഇനി കോഴ്സിനെ കുറിച്ച് അറിയണോ, എക്സാം പാറ്റേൺസിനെ കുറിച്ച് അറിയണോ, എന്തുണ്ടെങ്കിലും ഡെഫിനറ്റ്ലി ദിസ് നമ്പർ യു ക്യാൻ കോൺടാക്ട്. അവർ തീർച്ചയായിട്ടും നിങ്ങളുടെ റീച്ച് ഔട്ട് ചെയ്യും. നിങ്ങൾ മെസ്സേജ് അയച്ചാലും ദേ വിൽ ഗെറ്റ് ബാക്ക് ടു യു. അപ്പം മറക്കണ്ട, നമ്മൾക്ക് എന്താ പറയുക, നമ്മുടെ എഡിറ്റോറിയൽസ് ഉണ്ട്. ട്യൂസ്ഡേ, വെൻസ്ഡേ ആൻഡ് ഫ്രൈഡേ മോർണിംഗ് അറ്റ് 8 o'clock ലൈവ് ആണ്. അപ്പോൾ നിങ്ങളത് ഇതിലും ഫോളോ അപ്പ് വീഡിയോസ് ഉണ്ടാവും ഡെഫിനറ്റ്ലി. ബാക്കിയുള്ള എസ്സേ റൈറ്റിങ്ങും എസ്സേ റൈറ്റല്ല, പ്രിസി റൈറ്റിംഗ്, റിപ്പോർട്ട് റൈറ്റിംഗ്, അങ്ങനെയുള്ള എല്ലാ ടോപ്പിക്സിനും നമ്മൾ ഡെഫിനറ്റ്ലി വിൽ ഹാവ് മോർ വീഡിയോസ് റിലേറ്റഡ് ടു ഇറ്റ്. ഓക്കെ, സോ എല്ലാവരും കാണുക, തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളുടെ ചാനൽ ഫോളോ ചെയ്യുക. താങ്ക് യു സോ മച്ച് മൈ ഡിയർ വൺസ്. അപ്പം എല്ലാവർക്കും wishing you a very happy day ahead. Thank you. Bye-bye and take care.